ശ്രീ ശശിധരനാണ് വയലാറിൽ നിന്ന് ആദ്യ പ്രേക്ഷകനായി എത്തുന്നത്. ശ്രീ ശശിധരൻ, വലിയ പെരുന്നാളിനും ചെറിയ പെരുന്നാളിനും 3 ദിവസം അവധി വേണം. ജുമാ നമസ്കാരം അനുസരിച്ച് പരീക്ഷകൾ ക്രമീകരിക്കണം. അങ്ങനെ വിവിധ ആവശ്യങ്ങൾ ഇപ്പോൾ മുഖ്യമന്ത്രിയെയും പ്രതിപക്ഷ നേതാവിനെയും വേദിയിലിരുത്തി ഒരു സമ്മേളനം ഉന്നയിക്കുമ്പോൾ ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു വിലപേശൽ തന്ത്രമായി കാണാനാവുമോ? തീർച്ചയായും മനു, കിരണ, ഇത് അങ്ങനെ തന്നെയാണ്. കാരണം ഇത് ഇലക്ഷൻ എടുക്കുമ്പോൾ എല്ലാ മതസംഘടനകളുടെയും ആവശ്യങ്ങളാണ് കണ്ടുവരുന്നത്. കാരണം കിട്ടാവുന്നതെല്ലാം വാങ്ങിയെടുക്കാൻ പറ്റിയ ഒരു അവസരമാണ് തെരഞ്ഞെടുപ്പെന്ന് ഇവർക്കൊക്കെ നല്ല ബോധ്യമുണ്ട്. അതിന് വഴങ്ങിക്കൊടുക്കുന്ന ഭരണകൂടമാണ് ദൗർഭാഗ്യവശാൽ നമുക്കിവിടെ ഉണ്ടാകുന്നത്. ഒരു മതാടിസ്ഥാനത്തിലും ഒരു സഖ്യവുമില്ല, ഒരു ബന്ധവുമില്ല, ആരുടെയും സമ്മതത്തിന് വഴങ്ങില്ല. പൊതുവായിട്ട് ന്യായമായ കാര്യങ്ങൾ മാത്രമേ അംഗീകരിക്കൂ എന്ന് ഒരു സർക്കാരും അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇവിടെ ഒരു തീരുമാനം എടുക്കുന്നില്ല എന്നുള്ളതാണ് ഒരു ദൗർഭാഗ്യം. കാരണം ഇനിയിപ്പോ പറയുന്നത് കേട്ട് മലപ്പുറം ജില്ല രണ്ടാക്കണം, അതുപോലെ ഓരോരോ ആവശ്യങ്ങളായിട്ട് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കും. പിന്നെ ഒരു കാര്യമുണ്ട്, ഇവിടുത്തെ ഹിന്ദു സംഘടനകളെ പോലെ അല്ല മുസ്ലിമിന്റെയും ക്രിസ്ത്യൻസിന്റെയും. അവര് പറഞ്ഞാൽ കുറെയെങ്കിലും ഒക്കെ അണികൾ വോട്ട് ചെയ്യുന്ന ഒരു സംവിധാനമുണ്ട്. അതേസമയത്ത് SNDP NSS പറഞ്ഞാലൊന്നും ആരും അംഗീകരിക്കത്തില്ല. അതിന്റെ ഒരുപാട് അനുഭവങ്ങൾ ഇവിടെ ഉണ്ട്. അത് സമുദായ സംഘടനകളിലുള്ള ഏറ്റവും വലിയ വിഷയം ഈ ഒരു കാര്യമാണ്. അത് കിട്ടും എന്നവർക്ക് ഉറപ്പുണ്ട് എന്തെങ്കിലും എല്ലാം. അതാണ് ശരിയാണ്. താങ്കൾ പറഞ്ഞതിന്റെ മറ്റു വശം പറഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ ഹിന്ദു സംഘടനയായാലും മുസ്ലിം സംഘടനയായാലും ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ട്. ഹിന്ദു സംഘടനകൾ SNDPയും NSSും ഒക്കെ പറഞ്ഞാൽ ആളുകൾ വോട്ട് ചെയ്യാത്തതിന് കാരണം അതിന്റെ നേതാക്കളോട് ആ സമുദായത്തിൽപ്പെടുന്ന ആളുകൾക്ക് വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ്. ഇവിടെയും അങ്ങനെ സംസ്ഥ പറഞ്ഞാൽ എല്ലാവരും വോട്ട് ചെയ്യുന്ന അവസ്ഥയൊന്നും എന്തായാലും ഇല്ല. സംസ്ഥയിലെ ആളുകൾക്കൊക്കെ ചില രാഷ്ട്രീയമുണ്ട്. അതിന് അനുകൂലമായി പറഞ്ഞാൽ നിൽക്കും, അതിനെ എതിർത്ത് പറഞ്ഞാൽ ചിലരൊക്കെ കേൾക്കും, ചിലരൊക്കെ കേൾക്കത്തില്ല. അത്രേ ഉള്ളൂ. കിട്ടുന്നത് പോരട്ടെ എന്നുള്ള മനോഭാവത്തിലാണ് പറയുന്നില്ല. അതിനപ്പുറത്തേക്ക് വലിയ പ്രാധാന്യമൊന്നും ഇതിനില്ല. ശ്രീ ദിവാകരനാണ് തലശ്ശേരിയിൽ നിന്നും. ശ്രീ ദിവാകരൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പോൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു വിലപേശൽ തന്ത്രമല്ലേ ഈ ആവശ്യങ്ങൾ? ന്യായമായതും അന്യായമായതും ഒക്കെ ഉണ്ട്. ഈ ഒരു ആവശ്യം ഈ രണ്ട് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും നിൽക്കുമ്പോൾ അവർക്ക് മുന്നിൽ ഈ ഒരു ആവശ്യം ഉന്നയിക്കുന്നത്. നമസ്കാരം കിരൺ. നമസ്കാരം സാറേ, സാറ് പറഞ്ഞ പോലെ ഈ തെരഞ്ഞെടുപ്പ് പാലം കടന്നാൽ നാരായണ, പാലം കടക്കുമ്പോൾ നാരായണ, പാലം കടന്നാൽ കൂരായണ എന്ന് പറഞ്ഞ പോലെ ഇവർ കാര്യം കിട്ടുന്നതിനും പൊന്നെ തേനെ അതും. പിന്നെ നമ്മള് ഈ വോട്ട് ചെയ്യുന്ന കൂട്ടർക്ക് ബുദ്ധിയും വകതിരിവും ഉണ്ട്. ഞാനിപ്പം പറഞ്ഞ പശ്ചിമഘാതികൾക്ക് ബുദ്ധിയും വകതിരിവില്ല. മനുഷ്യനിപ്പം മനസ്സിലായി, ആര് ഉന്നതത്തിൽ പറഞ്ഞാലും എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഉന്നത നേതാവ് ആര് പറഞ്ഞാൽ വ്യക്തിപരമായിട്ട് എല്ലാവർക്കും ഉള്ളിലുണ്ട് ആർക്ക് വോട്ട് ചെയ്യണമെന്ന്. അത് ഈ വോട്ട് ചെയ്യുന്ന അവര് മനസ്സിലാക്കും നമുക്ക് ഗുണപ്രദമായി ആര് ചെയ്യും. ഈ 5 കൊല്ലം ഭരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ 5 കൊല്ലത്തിൽ തന്നെ പൊന്നേ തേനെ എന്നെല്ലാം പറഞ്ഞ് അവര് അവർ എയർ കണ്ടീഷൻ റൂമിൽ നിന്ന് ഒന്നും നോക്കൂല. എന്തെങ്കിലും കടലാസുണ്ട് അതങ്ങ് കുത്തിച്ച് തള്ളുകയും ചെയ്യും. ആ ഒരു റെസ്പെക്ട് മേനെ ഡിസിപ്ലിൻ കീപ്പ് ചെയ്യാണ്ട് വല്ലാതെ കളിയും കളിക്കും. അപ്പോൾ നല്ല വ്യക്തിക്ക് വോട്ട് കൊടുക്കുക, ജനങ്ങൾക്ക് ഗുണപ്രദമാകുന്ന. ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും. ശ്രീ ബാലകൃഷ്ണൻ, ഇപ്പോൾ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ, ഈ പെരുന്നാളിന് 3 ദിവസം അവധി വേണം എന്നുള്ള അടക്കമുള്ള ആവശ്യങ്ങൾ, ഇതിപ്പോൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു വിലപേശൽ തന്ത്രമാണോ? നമസ്കാരം. നമസ്കാരം. ഈ സംഘടന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുവരുന്നതല്ല, ഇത് അവരുടെ ആവശ്യമാണ്, അവരുടെ മനസ്സിലിരിക്കുന്ന ആവശ്യങ്ങളാണ്. ഇനി മലപ്പുറം ജില്ല ഒരു സ്വതന്ത്ര റിപ്പബ്ലിക് ആക്കണോ എന്ന് പറയാത്തത് മഹാഭാഗ്യം. അത്രയേ എനിക്കിതിൽ പറയാനുള്ളൂ. ഇനി അടുത്ത കാലത്ത് അതൊന്നും എന്താണ് ശ്രീ ബാലകൃഷ്ണൻ അങ്ങനെ പറയാൻ കാരണം? ആരെങ്കിലും അങ്ങനെ ആവശ്യം ഉന്നയിച്ചോ? അല്ല, മലപ്പുറം ജില്ല രണ്ടാക്കണം എന്ന് പറഞ്ഞാലേ അല്ല, അതെ, എന്താ ആരെങ്കിലും അങ്ങനെ ആവശ്യം? ബാലകൃഷ്ണൻ അങ്ങനെ ആവശ്യം വരാനുള്ള കാരണം എന്താണ്? സമസ്ത ഇപ്പൊ ആവശ്യപ്പെട്ടില്ലേ? സമസ്ത മലപ്പുറം ജില്ലയിൽ സ്വതന്ത്ര റിപ്പബ്ലിക് ആക്കണമെന്നും സമസ്ത ആവശ്യപ്പെട്ടിട്ടില്ല. സമസ്ത ആവശ്യപ്പെട്ടത് മലപ്പുറം ജില്ല 45 ലക്ഷത്തോളം ആളുകൾ വരുന്ന മലപ്പുറം ജില്ല വിഭജിക്കണമെന്നാണ്. ഇടുക്കി അടക്കമുള്ള ജില്ലകളൊക്കെ ചേർത്ത് അത് വിഭജിക്കണമെന്നുള്ള ആവശ്യമാണ് ഉന്നയിച്ചത്. വിഭജിക്കാനുള്ള ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ സ്വതന്ത്ര റിപ്പബ്ലിക് ആക്കാൻ പറയാത്ത ഭാഗ്യം. അങ്ങനെ എങ്ങനെ ഭാഗ്യം എന്ന് പറയാനുള്ള കാര്യം എന്താണ്? താങ്കൾക്ക് അത് പറയാൻ എന്താ ആവശ്യമാണുള്ളത്? ആരെങ്കിലും അവിടെ ആവശ്യപ്പെട്ടോ? അത് മഹാഭാഗ്യം തന്നെ ആവശ്യപ്പെടാതെ. എന്താണ് താങ്കൾക്ക് അത് പറയാനുള്ള കാര്യം? എന്താണ്? വടകരയിൽ നിന്ന് ആരെങ്കിലും വടകര സ്വതന്ത്ര റിപ്പബ്ലിക് ആക്കണമെന്ന് ആവശ്യപ്പെട്ടോ? ഇല്ലല്ലോ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.